എംഎൽഎ സ്ഥാനം രാജിവെക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിനുമേൽ സമ്മർദ്ദം ശക്തമാവുകയാണ്. പ്രധാന നേതാക്കളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൈവിട്ട് കഴിഞ്ഞു. രാജി വേണം എന്നുള്ള നിലപാടിന് പാർട്ടിക്കകത്ത് നിന്ന് കൂടുതൽ നേതാക്കൾ രാജി വേണം എന്നുള്ള നിലപാടിലേക്ക് എത്തുകയാണ്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഈ തീരുമാനം ഹൈക്കമാൻഡിനെ അറിയിക്കാനുള്ള ആലോചനയിലേക്കും നേതൃത്വം കടന്നു കഴിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കം കടുത്ത നിലപാട് ഈ ഘട്ടത്തിൽ സ്വീകരിക്കുന്നു. എംഎൽഎ സ്ഥാനം രാജിവെക്കണം എന്ന നിലപാട് സ്വീകരിക്കുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. അങ്ങനെയെങ്കിൽ നേതാക്കൾ ഹൈക്കമാൻഡിനെ അക്കാര്യം അറിയിക്കും എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് വരുന്നത്. എ വി ജയശങ്കർ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ജയശങ്കർ, നേരത്തെ ഇതുപോലെ മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടിയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നു എന്നുള്ള കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയിച്ചത്. പക്ഷേ അത് സ്വമേധയാ വയ്ക്കുന്നു എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇത് രാജിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു, എംഎൽഎ സ്ഥാനത്തു നിന്നുള്ള രാജിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളും കൂടിയാലോചനകളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെ ഈ വാർത്താ സമ്മേളനത്തിലും ഒരുപക്ഷെ രാജി എന്നുള്ളൊരു കാര്യം തള്ളിക്കളയാൻ കഴിയില്ലല്ലോ ജയശങ്കർ. രജിത്ത്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടൂരിലെ വസതിക്ക് മുന്നിലാണ് നമ്മളുള്ളത്. ഈ വീട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഉണ്ട്. ഇവിടെ നാട്ടുകാരും ഒപ്പം തന്നെ ചില കോൺഗ്രസ് പ്രവർത്തകരൊക്കെ തന്നെ വീട്ടിൽ രാഹുലിനെ കാണാൻ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മാധ്യമങ്ങളെ കാണുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രാഹുലിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായൊരു സ്ഥലം, പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് അടൂരിലെ ഈ വസതി എന്ന് പറയുന്നത്. കാരണം രാഹുലിൻ്റെ ഈ വോട്ടർ ID കേസുമായി ബന്ധപ്പെട്ട്, വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസുമായി ബന്ധപ്പെട്ട് ഈ അടൂരിലെ ഈ വീട്ടിൽ വന്നാണ് വീട് വളഞ്ഞ് കൻ്റോൺമെൻറ്റ് പോലീസ് അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുന്നത്. അതിനുശേഷം വലിയ വിവാദങ്ങളുണ്ടാകുന്നു. രാഹുലിൻ്റെ രാഷ്ട്രീയ മൈലേജ്, പൊളിറ്റിക്കൽ കരിയർ തന്നെ വലിയ തോതിൽ മാറുന്നതിനും കാരണമാകുന്നു. അങ്ങനെ ആ വീട്ടിൽ തന്നെയാണ് രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദം രാജിവെച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം 2 ദിവസം മുമ്പ് നടത്തിയത്. ഇന്നെന്തായാലും മറ്റൊരു വാർത്താ സമ്മേളനം നടത്തുമ്പോൾ MLA സ്ഥാനം രാജിവെക്കില്ല എന്നാണ് രാഹുലുമായി ബന്ധപ്പെട്ട അടുത്ത കേന്ദ്രങ്ങളൊക്കെ തന്നെ നൽകുന്ന സൂചന. ഈ വാർത്താ സമ്മേളനം മറ്റ് കുറച്ച് കാര്യങ്ങൾ വ്യക്തമാക്കാനും കുറച്ച് വിശദീകരണങ്ങൾക്കും വേണ്ടിയാണെന്നും നമുക്ക് ലഭ്യമാവുന്ന സൂചന അങ്ങനെയാണ്. കാരണം ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദം രാജിവെച്ച ഘട്ടത്തിൽ മാധ്യമങ്ങൾ ഉന്നയിച്ച പല ചോദ്യങ്ങളിലും രാഹുൽ മാറുകയും അവയ്ക്ക് കൃത്യമായൊരു മറുപടി ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായി. ഒപ്പം തന്നെ അതിനുശേഷം കുറച്ചധികം ഈ ട്രാൻസ്ജെൻഡർ ഉൾപ്പെടെ കുറച്ചധികം സ്ത്രീകൾ രാഹുലിനെതിരെ ആക്ഷേപവുമായി രംഗത്ത് വരികയും ചെയ്തു. ഇതിനെല്ലാം പിന്നാലെ ഈ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ രാഹുലിൽ നിന്നൊരു ഉത്തരം കേരളത്തിലെ പൊതുസമൂഹം, പാലക്കാട് വോട്ടർമാർ ഉൾപ്പെടെ ആഗ്രഹിച്ചിരുന്നു. അക്കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു വിശദമായ മറുപടി അതുതന്നെയാണ് രാഹുൽ ലക്ഷ്യമിടുന്നത്. കാരണം ഇതുവരെ കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലും രാഹുൽ മാങ്കൂട്ടം MLAക്കെതിരെ ഈ ഉയർന്ന ആക്ഷേപങ്ങളിൽ കേസില്ല. എവിടെയും അത്തരത്തിൽ ഇരകളുടെ പരാതി ലഭിച്ചിട്ടില്ല. മാധ്യമങ്ങളിലുള്ള പുകമറകൾ മാത്രമാണ്. അതിൻ്റെ പേരിൽ വേട്ടയാടുന്നു എന്നാണ് രാഹുലുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. അങ്ങനെ ഏകപക്ഷീയമായി കുറച്ചാളുകൾ മാത്രം ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളുടെ പേരിൽ മൊത്തത്തിൽ വേട്ടയാടുന്നു, സമ്മർദ്ദത്തിലാക്കുന്നൊക്കെ തന്നെ രാഹുലുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി രാഹുൽ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം ചില ആരോപണങ്ങളുണ്ട്. പക്ഷേ ആരോപണങ്ങളൊന്നും നിയമപരമായി നിലനിൽക്കുന്ന തലത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. പക്ഷേ അപ്പോഴും കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യക്ഷ പദം മാത്രം രാജിവെച്ചാൽ പോരാ, MLA സ്ഥാനത്ത് നിന്നുകൂടി മാറണമെന്നൊരു ആവശ്യം ഉണ്ട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ ഇക്കാര്യം ഹൈക്കമാൻഡിനെ അറിയിച്ചു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അങ്ങനെ നേതൃത്വതലത്തിൽ തന്നെ ഒരു രാജിക്ക് വേണ്ടിയുള്ള ഒരു വിഭാഗത്തിൻ്റെ സമ്മർദ്ദമുണ്ട്. മറ്റൊരു വിഭാഗം അത്തരത്തിൽ രാജി വേണ്ട, അങ്ങനെ രാജി വെച്ചാൽ അതൊരു കീഴ്വഴക്കത്തിലേക്ക് നയിക്കും, അത് പിന്നീട് തിരിച്ചടിയാകും എന്നൊരു അഭിപ്രായവും പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗത്തിനുണ്ട്. അങ്ങനെ രാഹുലിൻ്റെ രാജിയുമായി ബന്ധപ്പെട്ട് MLA സ്ഥാനം രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ തന്നെ 2 അഭിപ്രായമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മാധ്യമങ്ങളെ കാണാൻ ഉദ്ദേശിക്കുന്നത്. ഇതുവരെ രാജി എന്ന കാര്യത്തിൽ രാഹുലിൽ നിന്ന് ഒരു സൂചന ആർക്കും തന്നെ ലഭിച്ചിട്ടില്ല. ഇന്ന് ഉച്ചയ്ക്ക് പോലും രാഹുലുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അറിയിച്ചത് MLA സ്ഥാനം നിലവിൽ രാജിവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അങ്ങനെ ഒരു ആലോചനയില്ല, പാർട്ടിയിൽ നിന്നും അങ്ങനെ ഒരു ആവശ്യം ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല എന്നൊരു വിശദീകരണമാണ് രാഹുലുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ഏറ്റവും ഒടുവിൽ പങ്കുവച്ച വിവരം. അക്കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റമുണ്ടായോ എന്ന് നിലവിൽ സ്ഥിരീകരിക്കാൻ കഴിയുന്നൊരു സാഹചര്യമില്ല. പക്ഷേ പാർട്ടിയിൽ നിന്ന് ഒരു വിഭാഗത്തിൽ നിന്ന് അത്തരത്തിലൊരു സമ്മർദ്ദം ഉണ്ട് എന്ന് തന്നെ വേണം പറയാൻ. കാരണം കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് 2026 എന്ന് പറയുന്നത് ജീവൻ മരണ പോരാട്ടത്തിൻ്റെ വർഷമാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്ന കാലഘട്ടമാണ്. ഈ ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ മൂലം ഭരണം നഷ്ടമാവുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് പൊതുജനങ്ങൾക്ക് മുമ്പിൽ നെഗറ്റീവ് ഉണ്ടാകുന്ന എല്ലാ സാഹചര്യവും ഒഴിവാക്കിക്കൊണ്ട് ഒരു തിരഞ്ഞെടുപ്പിന് നേരിടുക എന്ന് തന്നെയാണ്
കേരളത്തിലെ കോൺഗ്രസിനെയും ഒപ്പം UDF സംബന്ധിച്ച് അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു കരടാകരുത് എന്നൊരു നിർദ്ദേശം മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രതിപക്ഷ നേതാവിന് അത്തരത്തിലൊരു അഭിപ്രായം പങ്കുവച്ചു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ടോപ്പ് ലെവൽ തീരുമാനമുണ്ടായാൽ, ഹൈക്കമാൻഡ് ഉൾപ്പെടെയുള്ള തീരുമാനമുണ്ടായാൽ രാഹുൽ രാജിവെക്കും ഒരാവശ്യം ഒരു വിഭാഗത്തിനുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഇതുവരെ അത്തരത്തിലൊരു രാജി സ്ഥിരീകരിക്കുന്നില്ല. പക്ഷേ രാഹുലിനെ സംബന്ധിച്ച് തുരുതുര ആരോപണങ്ങളും ആക്ഷേപങ്ങളും പുതിയ പരാതികളും ഒക്കെ തന്നെ വരുന്നൊരു സാഹചര്യമുണ്ട്. അത്തരം ഒരു ഘട്ടത്തിൽ അവയെല്ലാം തന്നെ വിശദീകരിക്കേണ്ട ഒരേ ഒരാൾ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. കഴിഞ്ഞ 2 ദിവസമായി അത്തരത്തിൽ ആരോപണങ്ങൾക്കൊന്നും തന്നെ അദ്ദേഹം പ്രതികരിച്ചിരുന്നില്ല. ഒരു പരസ്യ പ്രതികരണത്തിന് രാഹുൽ തയ്യാറായിരുന്നില്ല. ഇന്നെന്തായാലും ഇപ്പോഴെന്തായാലും അത്തരത്തിലൊരു പ്രതികരണത്തിന് രാഹുൽ ഒരുങ്ങിയിരിക്കുന്നു. എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി ഉണ്ടാകുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കുന്നത്. ആ ചോദ്യങ്ങൾ ചോദിക്കാൻ ഇവിടെ എല്ലാ മാധ്യമങ്ങളും എത്തുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ എനിക്ക് പിന്നിൽ കാണുന്ന വീട്ടിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് വരും. ഇവിടെ ഒരു വിശദമായ വാർത്താ സമ്മേളനം ഉണ്ടാകും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്ന ആരോപണങ്ങൾ, ഒപ്പം തന്നെ മറ്റ് ഈ ഓഡിയോകൾ സംബന്ധിച്ചൊക്കെ തന്നെ വിശദീകരണം രാഹുലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ പാർട്ടിയുടെ പ്രാദേശികമായിട്ടുള്ള നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ രാഹുലിൻ്റെ ഈ അടൂരിലെ വീട്ടിൽ നിലവിൽ എത്തിയിട്ടുണ്ട്. അവരുമായി രാഹുൽ നിലവിൽ കൂടിക്കാഴ്ച നടത്തുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിയിലെ ഒരു വിഭാഗം രാഹുൽ MLA സ്ഥാനം കൂടി രാജിവെക്കണം എന്നൊരു ആവശ്യം, ഒരു അഭിപ്രായം ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ മറൊരു വിഭാഗത്തിന് അങ്ങനൊരു നിലപാടില്ല. അങ്ങനെ രാഹുലിൻ്റെ രാജിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ 2 നിലപാടുകളാണ് നിലനിൽക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം എന്തായാലും ഇക്കാര്യത്തിൽ തനിക്ക് ഇപ്പോഴും തൻ്റെ ഭാഗത്ത് ഒരു നീതിയുണ്ട് എന്നൊരു നിലപാടിലാണ് നിൽക്കുന്നത്. കാരണം നിയമപരമായി താൻ കുറ്റക്കാരനല്ല. തന്നെ ഇതുവരെ കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലും തനിക്കെതിരെ ഒരു കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ല. അത്തരത്തിലൊരു സാഹചര്യമില്ല. പിന്നെ എന്തിനാണ് രാജി? ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദം പോലും പാർട്ടി നിർദ്ദേശമില്ലാതെ ഇത്തരത്തിൽ പാർട്ടി പ്രവർത്തകർ തനിക്ക് വേണ്ടി ന്യായീകരിക്കേണ്ട ഒരു ഘട്ടം ഒഴിവാക്കുന്നതിന് വേണ്ടി രാജിവെച്ചു എന്നാണ് രാഹുൽ അന്ന് വിശദീകരിച്ചത്. പക്ഷേ കഴിഞ്ഞ ദിവസം KC വേണുഗോപാൽ ഉൾപ്പെടെ അത് പാർട്ടി നടപടിയായിരുന്നു, പാർട്ടി ലൈൻ അനുസരിച്ചാണ് തീരുമാനമെന്ന് വ്യക്തമാക്കിയിരുന്നു. അക്കാര്യത്തിൽ ഉൾപ്പെടെ ഇനി പ്രതികരിക്കേണ്ട രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ആ പ്രതികരണം അല്പസമയത്തിനകം ഉണ്ടാകും. രാഹുൽ മാങ്കൂട്ടം എന്ന യുവ രാഷ്ട്രീയ നേതാവിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രതിസന്ധിയാർന്ന കാലഘട്ടത്തിലൂടെയാണ് അദ്ദേഹം പോകുന്നത്. ഈ അടൂരിലൊക്കെ തന്നെ സംഘടനാ പ്രവർത്തനം നടത്തിയ ഘട്ടത്തിൽ ഒരുപാട് വെട്ടിനിരത്തലുകൾ നേരിട്ട് അതിനെയൊക്കെ അതിജീവിച്ചാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദത്തിലേക്കും ഒപ്പം തന്നെ പാലക്കാട് MLA പദത്തിലേക്കും രാഹുൽ മാങ്കൂട്ടത്തിലെത്തിയത്. ഇനി അങ്ങനെ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെ രാഹുലിന് അതിജീവിക്കാനാകുമെന്നൊരു ചോദ്യം ഇവിടെ നിൽക്കുന്നുണ്ട്. കാരണം അത്രമാത്രം ഗുരുതരമായ ആരോപണങ്ങളാണ് രാഹുലിനെതിരെ ഉയർന്നിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണും. ആ ഘട്ടത്തിൽ എല്ലാ ചോദ്യങ്ങൾക്കും എല്ലാ ആരോപണങ്ങൾക്കുമുള്ള മറുപടി പാലക്കാട് MLA ഭാഗത്തു നിന്നുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ മറുപടി പറയുമെന്ന് തന്നെയാണ് രാഹുലുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത്. അല്പസമയത്തിനകം തന്നെ ആ വാർത്താ സമ്മേളനം ഉണ്ടാകും. രാഹുലിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അടൂരിലെ വസതിയിൽ തന്നെയാണ് ആ ഒരു വാർത്താ സമ്മേളനവും നിലവിൽ നടക്കുന്നത്. ഇവിടെ എല്ലാ മാധ്യമങ്ങളും തയ്യാറായിട്ടുണ്ട്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൻ്റോൺമെൻറ്റ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. പിന്നീട് അത് വലിയ അറസ്റ്റ്, വലിയ രാഷ്ട്രീയ നാടകമായി മാറുന്നു. ആ ഘട്ടത്തിൽ വലിയ തോതിലുള്ള പൊതുസ്വീകാര്യത ഉൾപ്പെടെ രാഹുലിന് ലഭിച്ചു. അതെല്ലാം തന്നെ ഈ വീട്ടിൽ നിന്നാണ് രാഹുലിന് ലഭിച്ചത്. കഴിഞ്ഞ ദിവസം അധ്യക്ഷ പദം ജയശങ്കറാണ് അടൂരിലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട്ടിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്.